അച്ഛനെ കണ്ടു. അച്ഛനെ ഇവിടെ വെച്ച് ഉള്ള കയ്യിൽ തല വെച്ച് അപ്പം അച്ഛനോട് എന്തെങ്കിലും ചോദിച്ചപ്പോൾ നമ്മൾ ക്യാൻസറാണ് അച്ഛാ. അപ്പോൾ ആ ചെറിയ തീർച്ചയായും അതിനായിട്ട് ഞങ്ങൾ വീണ്ടും ഈ ട്രീറ്റ്മെന്റുകളൊക്കെ ഒന്ന് ചെയ്തു. അതിനുശേഷം പിന്നെ അത്ഭുത മഴകളാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. എൻ്റെ മകളുടെ കല്യാണം ഇവിടുന്ന് പോയതിൻ്റെ അത് 23 വയസ്സിൽ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 26 വയസ്സ് കഴിഞ്ഞു. പിന്നെ താഴ്ചയിൽ തന്നെ കല്യാണ കേസ് വരും, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേസ് വരും. ഞങ്ങളുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇത് കല്യാണം ശരിയായി. പിന്നെ അത് കഴിഞ്ഞാൽ മകന് പെട്ടെന്ന് അവന് പുറത്തേക്ക് പോകണമെന്നില്ല, ബിസിനസ് എനിക്ക് അരിക്കച്ചോറാണ്, ബിസിനസ്സിലേക്ക് വരണമെന്നാണ് അതിന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ അവൻ ഇവിടെ വന്നതിന് ശേഷം അവൻ്റെ ഭാവം വർത്താനൊക്കെ മാറി. എനിക്ക് UK പോകണം പഠിക്കുന്നൊക്കെ പറഞ്ഞു. ബട്ട് സഡനായിട്ട് ഒരാഴ്ച കൊണ്ട് അവന് UK പോകാനുള്ള കടലാസ് ശരിയാവും. അവിടെ തടസ്സങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ ബാങ്കിൽ 12 ലക്ഷം രൂപ വളർച്ചിടണം ഒരു മാസത്തേക്ക് അല്ലേ. ഒരു മാസത്തേക്ക് 28 ദിവസത്തേക്ക് 12 ലക്ഷം രൂപ നമ്മളവിടെ ഫിക്സഡ് ആയിട്ട് ഇടണം. അതുമാതിരി ഞാൻ 12 ലക്ഷം രൂപ ഇട്ടു. പക്ഷേ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 3.5 ലക്ഷം രൂപ അവൻ്റെ പേരിലാണ് അയച്ചു കൊടുക്കുന്നത്. അവരെ യൂണിവേഴ്സിറ്റി അയക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ 3.5 ലക്ഷം രൂപ ഉടനെ എൻ്റെ പേരിൽ 3.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് 3.5 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. പക്ഷേ ബാങ്കുകാരിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റി ആദ്യം ട്രാൻസ്ഫർ ചെയ്തു, പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ക്യാഷ് ഇട്ടു. അപ്പോൾ അത് 9 ലക്ഷമായി വന്ന് നിന്നു. നമ്മൾ ആരും പറഞ്ഞില്ല ബാങ്ക് മാത്രം കുഴപ്പമുള്ള കേസല്ലെന്ന് പറഞ്ഞു. ഒരു ദിവസം പയ്യൻ വന്നിട്ട് പറഞ്ഞതിനോട് പപ്പ ആകെ പ്രശ്നമായി, വിസ ക്യാൻസൽഡാണ്. അതിന് ചില അവിടുന്ന് ഈ 9 ലക്ഷം നിന്ന് കഴിഞ്ഞാൽ വിസ കിട്ടില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ മാതാവിൻ്റെ ഈ രൂപ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഉണ്ട് 10 മണിക്ക് വിളിച്ച് പറയുന്നു സ്റ്റുഡൻസിന് 9 ലക്ഷം രൂപ മതി അവന് വിസ കിട്ടുന്നത്, കുഴപ്പമില്ല. അവിടെ നമ്മുടെ മാതാവ് അന്വേഷിച്ചു. അതിനുശേഷം ഞാൻ കഴിഞ്ഞ 3-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിക്കായിരുന്നു. ഈ പെട്ടെന്നൊരു വയർപ്പ് അനുഭവപ്പെട്ടു. ആകെ ഒരു വയർപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ കണ്ണട വെക്കാറുണ്ട്. ഈ കണ്ണട എന്നുവെച്ചാൽ ചെറുപ്പം മുതലേ കണ്ണട വെക്കാറുള്ളതാണ്, കട്ടിയുള്ള കണ്ണട വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ കഴിച്ച് കുറച്ച് പറഞ്ഞു. അങ്ങനെ വയർത്തുണ്ട്. ഇപ്പോൾ കണ്ണടയിൽ നിന്ന് വയർത്തു. അങ്ങനെ ഞാൻ കണ്ണട ഒരു കണ്ണടക്ക് ഒരു തുടച്ചപ്പോൾ വീണ്ടും വയർപ്പ് മരുന്ന് തോന്നുക. അപ്പോൾ വീണ്ടും ഒരു വെളിച്ചെണ്ണ പറ്റിയ മതി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും തുടയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ണാട ഊരിയപ്പോൾ അതിനേക്കാളും വെളിച്ചം കൂടുതൽ കാണുന്നു. കണ്ണാട വെക്കണേ കൂടുതൽ വെളിച്ചം എനിക്ക് കാണുന്നത്. പിന്നെ എന്തിനാ കണ്ണാട വെക്കണേ? അന്ന് കണ്ണാട ഞാൻ ഊരി, പിന്നെ വെച്ചിട്ടില്ല. ഞാൻ വളരെ ചുരുക്കി പറയുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങളിവിടെ MRI സ്കാൻ ചെയ്തു. ഇവിടെ ഒരു 3 മാസം കഴിഞ്ഞാൽ ചെയ്തു. അപ്പോൾ ചെറുതായിട്ടൊരു ചെറിയ പാട് കാണുമെന്ന് പറഞ്ഞു ഡോക്ടർ. ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ വന്നിട്ട് വീണ്ടും MRI സ്കാൻ ചെയ്തു. ഡോക്ടർ ബീന അമൃത ഹോസ്പിറ്റലിൽ. അപ്പോൾ ഡോക്ടർ ഇവിടെ കാർഡ് മേടിച്ച് കമ്പ്യൂട്ടറിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യാതൊന്നും കാണാനില്ല, ക്യാൻസറിന്റെ യാതൊരു രോഗമുള്ള കാണാനില്ല. അവിടെ നിന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു മരുന്ന് എന്ത് എഴുതുന്നു ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ബീന പറഞ്ഞതെന്ന് വെച്ചാൽ എന്തിനും മരുന്ന് എഴുതുന്നു, യാതൊന്നും ഒരു പാട് പോലും കാണുന്നില്ല. പിന്നെ ഞാൻ എന്ത് മരുന്ന് എഴുതുന്നു? ഇത്രയും സ്നേഹം തന്ന മാതാവിനോട് കോടാനുകോടി നന്ദി പറഞ്ഞാലും ഞങ്ങളുടെ തീരില്ല. ഞങ്ങളുടെ